ഇവിടെ നമ്മൾ ആദ്യമേ തന്നെ മത്തി വെട്ടലാണ് കാണിക്കുന്നത്. കുറച്ച് 1 കിലോ മത്തി എടുത്ത് ഞാൻ വാങ്ങിച്ച് വെച്ചപ്പോൾ ഉണ്ടായിരുന്നു. മത്തി ഇവിടെ സ്റ്റോക്കാട്ടോ, കിട്ടുമ്പോഴെല്ലാം ഞാൻ വാങ്ങിച്ച് വെക്കും. വേറെ ഒന്നുമല്ല, ഞാൻ ഈ മത്തി മാത്രമേ കൂട്ടത്തുള്ളൂ. അപ്പം മത്തി എവിടെ കിട്ടിയാലും ഞാൻ വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്ത് വെക്കും. അപ്പം അങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെച്ചതിനകത്തുനിന്ന് ബാലൻസ് ഇരുന്ന മത്തിയാണ്. ഏകദേശം 1/2 കിലോ അടുത്തുണ്ട്. മത്തി മുളക് കറിയും എടുക്കാമെന്ന് കരുതി. 2-3 ഐറ്റം കറികളുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം ഇന്നാക്കി എടുക്കണം. നമ്മുടെ കോവയ്ക്ക മെഴുക്കുവരട്ടി, പാവയ്ക്ക തോരൻ, അതുപോലെ തന്നെ മുരിങ്ങയില കറി. അപ്പോൾ ഇതൊക്കെ ഞാനിങ്ങനെ മനസ്സിൽ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പം 1.5-2 മണിക്കൂറിനുള്ളിൽ എല്ലാം സെറ്റപ്പ് ആക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ മത്തി എല്ലാം വെട്ടി കഴുകി വൃത്തിയാക്കി എല്ലാം വെച്ചിട്ടുണ്ട്. മത്തി മുളക് കറി വെക്കാനായിട്ട് അങ്ങ് തയ്യാറെടുക്കാമെന്ന് കരുതി. അപ്പോൾ അതിന് ചട്ടി അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ച് അതിനകത്തോട്ട് കൊച്ചുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം ചെറിയ പീസായിട്ട് അരിഞ്ഞ് അതിനകത്തോട്ടിട്ട് വഴറ്റിയെടുക്കുക. അതിന് ആദ്യം ഉലുവ ഇടണം. ഉലുവ ഇട്ടതിന് ശേഷം അതൊന്ന് മൂത്തതിന് ശേഷം നമ്മൾ ഈ പറഞ്ഞ കൊച്ചുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞിട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റുക. അപ്പോൾ അതിന് ശേഷം നമ്മുടെ പഴയതുപോലെ തന്നെ തക്കാളി അരിഞ്ഞിടുക, പുളിയിടുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഞാൻ ഇന്നലെയൊക്കെ ചെയ്തതിനെക്കാട്ടിയും വ്യത്യസ്തമായിട്ട് ഇന്നൊന്ന് ചെയ്യാം.